നല്ല പിടിക്ക്. വിളിക്കില്ല. ചേട്ടാ എന്താ വിശേഷമൊക്കെ? ഏയ് ഒന്നുമില്ല. അച്ഛനായിട്ട് വന്നാ? അച്ഛൻ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടേ 2 ആഴ്ച അഡ്മിറ്റ് ഉണ്ടായിരുന്നു. അതെയോ? അപ്പൊ ഇന്നാണ് ടെസ്റ്റ് ചെയ്യേണ്ട ദിവസം. സോഡിയത്തിന്റെ കുറവ്. ഇതായി രാമകൃഷ്ണൻ. അല്ല, ശീതളനാ. രാമകൃഷ്ണൻ. ശീതളനാണ്. ഇത് രാമകൃഷ്ണൻ. ശീതളേട്ടൻ. രാമകൃഷ്ണൻ. ആയിക്കോട്ടെ. രാമകൃഷ്ണൻ പോവാ. പിന്നെ അപ്പൊ ഉണ്ണി പിന്നെ ഡൽഹിക്ക് പോയില്ലേ? തിരിച്ചു പോയില്ല? അമ്മ മരിച്ച സമയത്ത് അച്ഛൻ ഒറ്റക്കായില്ലേ, ഞാൻ പോയില്ല. അപ്പൊ ജോലി ഒഴിവാക്കി. നല്ല ശമ്പളല്ലേ? നല്ല ശമ്പളമായിരുന്നു. പക്ഷെ അച്ഛനായിരുന്നു നോക്കും. പണിക്കാരെ വേണം കാക്ക, പക്ഷെ മക്കളാവില്ല. ഞാൻ അച്ഛനടുത്ത് ഞാൻ പോയല്ലോ. പിന്നെ പ്യാരി അവൻ ബാംഗ്ലൂരാ. ആണോ? അവന്റെ മോൻ ഞങ്ങളുടെ കൂടെ നിന്നാ പഠിക്കണത്. മക്കളെ കൂടി ഉണ്ടല്ലോ അല്ലേ? ആ മോൻ ഒരു മോനേ ഉള്ളൂ. അപ്പൊ അവന് വെക്കേഷൻ ആവാണല്ലോ. അപ്പൊ ഈ ആഴ്ചക്കുള്ളിൽ വരും അങ്ങോട്ട് കൊണ്ടുപോവാൻ. കൂട്ടിട്ട് പോവാൻ വേണ്ടി. എന്നാലും വന്നാലൊന്ന് പറയണം. പറയാം. കാരണം സുഹൃത്താണല്ലോ. മുട്ടായി വേടാ. മുട്ടായി തന്നെ. പണ്ട് കൊറേ മുട്ടായി മേടിച്ചു തന്നല്ലേ? ഒരു പാക്കറ്റ് മുട്ടായി മേടിച്ചു വെച്ചാ. മുട്ടായി തടാ. നല്ല വാശിയാ പോലെ. നീ പോടാ പട്ടി. ഭയങ്കര സന്തോഷം. നോക്കിയേ അച്ഛാ, ചായലും കുടിച്ചിട്ട് പോവാട്ടാ. 6 മക്കളാ രാഘവേട്ടന്. ഇതിപ്പോ എല്ലാ കാര്യത്തിനും ഇവിടെ കൂടെ ഉള്ളത്. ഉണ്ണി നല്ല ഒന്നാന്തരം ജോലിയായിരുന്നു. അസല ജോലിയായിരുന്നു ഡൽഹിയിലേ. നല്ല ശമ്പളവും കളഞ്ഞിട്ട് നിക്ക. അച്ഛന് വേണ്ടിട്ട് നിക്ക. ആ പറഞ്ഞ വാക്കുകൾ കേട്ടോ നീ. അല്ല, അത് ഒരു ഭാഗ്യാണ്. അതൊക്കെ ഭാഗ്യം ചെയ്യണം. അതൊക്കെ ഹലോ, അതെ എന്നേ ഡോക്ടർ ബ്രിട്ടോ ആണ്. എൻ്റെ പൊന്നു കുഞ്ഞെ, നിങ്ങളാ ലാബേ പോയേച്ച് ബ്രിട്ടോ ഡോക്ടർ പറഞ്ഞാന്ന് പറഞ്ഞാൽ മതി. അവിടെ സിസിലി എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റർ ഉണ്ടാവും. നിങ്ങൾ അവരെ കണ്ടാൽ മതിയെന്നേ. നിങ്ങളുടെ കുഞ്ഞിൻ്റെ നെഞ്ചിൽ കഫം ഉണ്ടോയെന്ന് അറിയാനാ എക്സ്റേ എടുക്കാൻ പറയുന്നേ. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കാവോ? അത് ചെയ്തേച്ച് പോരും. എന്നാ വാഴയ്ക്കാണ് ഇത്? പറഞ്ഞ കാര്യം അങ്ങോട്ട് ചെയ്യല. 100 സംശയം ഇങ്ങോട്ട്. ഇരുന്നാട്ടെ. ഞാനിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നേ. എന്താ വരാത്തേന്നേ? അല്ല, കൊള്ളാം, എല്ലാം നന്നായിട്ടുണ്ട്. റിസൾട്ട് ഉണ്ട്. അതിവിടെ വന്നു. അതാ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം അങ്ങ് പൊക്കത്തില്ല. എന്നതാ ഉദ്ദേശം? എന്നാന്ന്? പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള് എല്ലാം വേണ്ട. എന്നാ മരുന്നൊന്നും കഴിക്കുന്നില്ലയോ? സമയത്തൊന്നും കഴിക്കില്ല. ഇതെന്നെ സമയക്കുറവ്? കഴിക്കാറൊക്കെ ഉണ്ട്. കഴിക്കും, തോന്നുമ്പോ കഴിക്കുമല്ലേ? ഞാൻ ഓർമ്മിപ്പിക്കണം. ആ ചെറുക്കന്റെ പുറകെ ഇങ്ങനെ ഓടന്നെ. ഏത് ചെറുക്കൻ? ഇല്ല, ഞങ്ങളുടെ മോനുണ്ടല്ലോ വീട്ടില്. ഭാര്യയുടെ കുട്ടിയുണ്ടേ. അപ്പൊ അവങ്ങനെ ഭയങ്കര കുസൃതിയാ. അപ്പൊ അവന്റെ പിന്നാലെ ഇങ്ങനെ ഓടുമ്പോ ചിലതൊക്കെ അങ്ങനെ. എന്നാ പൊന്നാ പറ്റാ, ഞാൻ പറഞ്ഞേക്കാം, ശരീരം ആരോഗ്യമൊക്കെ നിങ്ങളതാണേ. അത് നിങ്ങൾ തന്നെ നോക്കണം. അല്ലാണ്ട് വേറെ ആരും വരത്തില്ല. ഇപ്പോഴാണ് തീരെ ഉറക്കല്ല. അതെന്നാ കാര്യം? അതിപ്പോ ഈ ഡ്രൈവിങ് പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഈ ഡ്രൈവിങ് പഠിക്കാൻ ചെല്ലുമ്പോ എന്തോ അത് ശരിയാവണില്ല, പേടിയാണ്. നാളെ ഇപ്പൊ അതിന് പോണല്ലോ എന്നൊക്കെ ഓർത്ത് രാത്രി
അതൊരു വിഷമം. അല്ലാതെ ആർക്കാ ഇത്ര ഭാഷി ഈ വയസ്സാം കാലത്ത് ഡ്രൈവിംഗ് പഠിക്കുന്നു? അതല്ല ഡോക്ടറെ, എനിക്കിത് പണ്ടേ ഇഷ്ടല്ല. പിന്നെ നിങ്ങൾക്കാണോ അത്ര ഭാഷി? അല്ല, മോൻ പറഞ്ഞു. മോനാ? അവൻ എന്നെ വയസ്സാം കാലത്ത് അപ്പനെ ഡ്രൈവറായിട്ട് നാടി വിറ്റാനാണോ? അവന്റെ ആവശ്യം എന്താ വെച്ചാൽ അയൽവക്കക്കാരൊക്കെ സ്വന്തം മക്കളെ സ്വന്തം കാറിലാ സ്കൂളിൽ വിടണേ. അപ്പൊ സ്വന്തം കാറിൽ അവന്റെ മകനെ സ്കൂളിൽ വിടണ വെച്ചാൽ വീട്ടില് കാറ് വേണമല്ലോ. വീട്ടില് കാറ് ഉണ്ടാവുമ്പോ പിന്നെ ഞാൻ ഡ്രൈവിംഗ് അറിയണ ഒരാളും ആവണം. അല്ല ഇതന്നെ ഈ മോന്റെ ചെക്കൻ എന്നാ നിങ്ങളെ കൂടെയാണോ? അവൻ ഇവിടെ നിന്നാ പഠിക്കണേ. എന്നാത്തിന്? അത് അവർക്ക് അവിടെ തിരക്കല്ലേ. നീ എന്നാ വാഴയ്ക്കാണ് ഈ പറയുന്നേ? അങ്ങനെയൊക്കെയാണ് ഡോക്ടർ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. മോൻ ചെക്കനോട് വിളിച്ചിട്ട് ഈ കുഞ്ഞിനെ അവരോടല്ലേ സന്ദർശിക്കാൻ പറയും. മാതാപിതാക്കളാ കുഞ്ഞിനെ നോക്കണ്ടേ, അല്ലാതെ മുത്തശ്ശനും മുത്തശ്ശിയല്ല. അവർക്ക് നേരമില്ലല്ലോ. എന്നെ വർത്താനാന്നേ പറയുന്നത്. നിങ്ങളെ മോനെ നിങ്ങൾ തന്നെയല്ലേ വളർത്തിയത്, അല്ലാതെ നിങ്ങളുടെ മുത്തച്ഛനും മുത്തശ്ശിയും അല്ലല്ലോ അവനെ വളർത്തിയത്, ആണോ? എനിക്ക് അവൻ ആ പരിപാടിയൊന്നും വേണ്ട. മോൻ ചെക്കനെ വിളിച്ച് പറഞ്ഞേക്ക് ആ കുഞ്ഞിനെ അങ്ങ് കൊണ്ടുപോകാൻ. പണ്ടേ ഡോക്ടറുടെ അച്ഛൻ ഡോക്ടറായിട്ടിരിക്കുമ്പോ ഞാൻ അവനെ അത്ര പോകുമ്പോ കൊണ്ടുവരും. ഒരു ജലദോഷം വന്ന അപ്പ കൊണ്ടുവന്ന് കാണിക്കും. അപ്പോ ഡോക്ടറുടെ അച്ഛൻ പറയും, ഇങ്ങനെയുള്ളതിനൊന്നും ഇവിടെ കൊണ്ടുവരണ്ട, ഇതൊന്നും പേടിക്കാനൊന്നുമില്ല, സാധാരണ ജലദോഷമാണ്, അങ്ങോട്ട് മാറിക്കോളും. അത്ര പേടിച്ച് അത്ര കണ്ണിലുണ്ണിയായിട്ട് വളർത്തിയതാണ്. എന്നതാ ഇപ്പൊ അവസ്ഥ? തന്നെ കള്ളൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല. നോക്കായികല്ല, അവരുടെ കാര്യങ്ങൾക്കൊന്നും ഇപ്പോഴും അവര് പ്രാപ്തരല്ല. അവരുടെ കാര്യങ്ങളൊക്കെ എപ്പോഴും ഞങ്ങള് രണ്ടാളും തന്നെ നോക്കണം എന്നാ ധാരണ. അതൊന്നുമില്ല, അത് നിങ്ങളിങ്ങനെ അവരെ വിടാതെ കെട്ടിപ്പിടിച്ച് വെച്ചോണ്ടിരിക്കുന്നുണ്ടോ? അങ്ങ് വിട്ടോളേ, അവർക്ക് തന്നെ തന്നെ വളരട്ടെ. പിന്നല്ലാണ്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇനി ഇങ്ങനെ അസുഖം കൂടിയിട്ട് വന്നാൽ ഞാൻ വിളിച്ചാൽ കിടത്തുവേ. മരുന്ന് ആഹാ, ഇത് മരുന്ന് കഴിക്കുന്നില്ലയോ? അതാദ്യം ഒന്ന് പറഞ്ഞു കൊടുക്കും ഡോക്ടറെ. ആവി പിടിച്ചാ പോരാ. എന്നെ ഉപദേശിക്കുന്ന ആള് ഞാൻ ഈ ചുമയും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി ഇയാള്. അപ്പൊ ഞാൻ പറയും, ഒന്ന് ആശുപത്രിയിൽ പോ, അല്ലെങ്കിൽ വിട്ടോ ഡോക്ടറെ ഒന്ന് പോയി കാണും. അത് കൂട്ടാക്കില്ല. അവൾക്ക് ഈ സാധാരണ നാട്ടുവൈദ്യമൊക്കെ മതി. എനിക്ക് എന്തെങ്കിലും വരുമ്പോഴാ ആശുപത്രിയിൽ കൊണ്ടുവരാൻ നിർത്തി. ഇത് സംഗതി എനിക്ക് മനസ്സിലായി. നിങ്ങളാ മോൻ ചേർക്കൻ്റെ കൂടെ അങ്ങനെ പോകുന്നു, ഈ അമ്മച്ചിയാണെങ്കിൽ നിങ്ങളെ പിന്നാലെ ഓടുന്നു. അപ്പൊ അവർക്കും അസുഖം മാറുന്നില്ല, നിങ്ങൾക്കും അസുഖം മാറുന്നില്ല. നല്ല ചുമയുണ്ട്. ഇതിപ്പോ ഞാന് ഒരു ഇഞ്ചക്ഷൻ എഴുതി തരാം. അല്ല അത് കുറയത്തില്ല. ഇഞ്ചക്ഷൻ പേടിയാ, ഗുളിക എന്തെങ്കിലും ഉണ്ടായി. എന്നാ പേടിക്കുന്നേ? ഞാനിപ്പോ എഴുതുന്ന മരുന്നുണ്ടല്ലോ, ഇത് ഒരാഴ്ച അങ്ങോട്ട് കഴിക്കണം. കഴിച്ചേച്ച് എന്നെ വന്ന് കാണണം കേട്ടാ. ഓ, അതോ ഇനി ഇതിന് മുടക്കം വരുത്തുവോ? ഇല്ല വരാം. വരാം, എനിക്ക് വയ്യ ഡോക്ടറെ. നല്ല ക്ഷീണം ഉണ്ടാവും. വയ്യക്ക് അത് കാഴ്ചയൊക്കെ ഉണ്ട്. റിസൾട്ടിലല്ല അപ്പടി ക്ഷീണം. അമ്മച്ചിയെ, അമ്മച്ചി ഈ മരുന്ന് മേടിക്കണം, ആ ഇഞ്ചക്ഷനും എടുത്തേക്കണം കേട്ടോ. ഞാൻ അപ്പച്ചനെ ഞാൻ എഴുതുന്നുണ്ട്. അപ്പച്ച പറ്റിയല്ല, ഈ പരിപാടിയൊന്നും നമുക്ക് പറ്റിയല്ല കേട്ടോ. രണ്ടാളെയും കൂടെ ഞാൻ ഇവിടെ അങ്ങ് കൂട്ടും. അതെ, കൊച്ചുമകളൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മളെ കൂട്ടത്തിൽ നിർത്തണ്ട. നമ്മുടെ ആരോഗ്യം നോക്കണ്ടേ? നല്ല പ്രായത്തിൽ മോനെയൊക്കെ നല്ല പോലെ നോക്കി വളർത്തി ഒരു കരയ്ക്ക് പറ്റിച്ചില്ലയോ? ഉണ്ടെങ്കിൽ തന്നെ അവർ വളരട്ടെ, നമ്മളാരോഗ്യം നോക്കണം. അവരൊക്കെ എപ്പോഴും തിരക്കില്ല. തിരക്ക് വാഴയ്ക്ക തന്നെ തള്ളേനെ നോക്കിയിട്ടുള്ള തിരക്കൊക്കെ മതി, അല്ലാത്ത മക്കളെ പിന്നാലെ കൂടണ്ട. ആയിക്കോട്ടെ, ഇറങ്ങാം. കേട്ടല്ലോ. മറിമായം